ബിസിനസ്സിൽ രണ്ട് തരം ലീഡേഴ്സ് ഉണ്ട്. രണ്ട് തരം ലീഡേഴ്സ് ഉണ്ട് ബിസിനസ്സിൽ. ഓക്കെ, ഒന്നാമത്തെ ലീഡറിന്റെ പേര് ഒഫൻസ് ലീഡർ, ഒഫൻസ്. രണ്ടാമത്തെ ലീഡറിന്റെ പേര് ഡിഫൻസ് ലീഡർ. ഒഫൻസ് ആൻഡ് ഡിഫൻസ്, ഒഫൻസ് ആൻഡ് ഡിഫൻസ്. ഈ ഒഫൻസിന്റെ പരിപാടി ടോപ്പ് ലൈൻ, ഡിഫൻസിന്റെ പരിപാടി ബോട്ടം ലൈൻ. ബിസിനസ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ. അത് രണ്ടിനെയും ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ട് സ്കില്ലാണ്. ഒന്ന് ഒഫൻസ് ലീഡർ, രണ്ട് ഡിഫൻസ് ലീഡർ. എന്താണ് ഒഫൻസ്, എന്താണ് ടോപ്പ് ലൈൻ? നമ്മളുടെ ബിസിനസ്സിലെ മാർക്കറ്റിംഗ്, സെയിൽസ്, റവന്യൂ, ടേൺ ഓവർ, ഓൾ ദീസ് ആർ ടോപ്പ് ലൈൻ. ടോപ്പ് ലൈൻ എന്താ? നമ്മുടെ ബിസിനസ്സിലെ വരുമാനം, സെയിൽസ്, മാർക്കറ്റിംഗ്, ആളെ കൂട്ടുന്നു, ഈ പരിപാടിയെല്ലാം ടോപ്പ് ലൈൻ. ഈ പരിപാടി ചെയ്യുന്ന ലീഡറിന്റെ പേരാണ് ഒഫൻസ് ലീഡർ, ഒഫൻസ് ലീഡർ. ഇനി മറ്റൊന്നുണ്ട്, അതാണ് ബോട്ടം ലൈൻ. ബോട്ടം ലൈനിലാണ് പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത്. ഇതാണ് ബോട്ടം ലൈൻ. ബിസിനസ്സിൽ രണ്ട് തരം ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് ഒഫൻസ് ലീഡർ, രണ്ട് ഡിഫൻസ് ലീഡർ. ഒഫൻസ് ലീഡറിന്റെ പരിപാടി സെയിൽസ് കൊണ്ടുവരിക, വരുമാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒഫൻസ് ലീഡറിന്റെ പരിപാടി. ഡിഫൻസ് ലീഡറിന്റെ പരിപാടി ആ വരുന്ന വരുമാനത്തിനെ പ്രോഫിറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ആളെന്താ? മേക്കിംഗ് മണി. ഇയാൾ എന്ത് ചെയ്യാണ്? കാശുണ്ടാക്കുന്നു. ഇയാളുടെ ജോലി എന്താണ്? കീപ്പിംഗ് മണി. ആ ഉണ്ടാക്കുന്ന കാശ് നമ്മൾക്ക് പ്രോഫിറ്റായി നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഒന്ന് മേക്കിംഗ് മണി, രണ്ട് കീപ്പിംഗ് മണി. ഇത് രണ്ടും രണ്ട് സ്കില്ലാണ്. കാശുണ്ടാക്കാൻ അറിയാവുന്ന എല്ലാവർക്കും കാശ് സേവ് ചെയ്യാൻ അറിയില്ല. സെയിൽസ് കൊണ്ടുവരാൻ അറിയാവുന്ന എല്ലാവർക്കും അതിനെ ലാഭകരമാക്കാൻ അറിയില്ല. ഇത് രണ്ടും രണ്ട് ലീഡർഷിപ്പാണ്. ഒന്ന് ഒഫൻസ് ലീഡർ, രണ്ട് ഡിഫൻസ് ലീഡർ. ഇദ്ദേഹമാണ് നമ്മളുടെ ഫിനാൻസ് മാനേജർ. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മളുടെ അക്കൗണ്ടന്റിന്റെ മുഖം. അക്കൗണ്ടന്റ് ആക്ച്വലി ഈ വരുന്ന കണക്ക് എഴുതി വെക്കുന്ന ബുക്ക് കീപ്പർ മാത്രമാണ്. ബുക്ക് കീപ്പർ, ഇത് മാത്രമാണ് അക്കൗണ്ടന്റ്. ആ വന്നിരിക്കുന്ന കണക്കുകൾ മനസ്സിലാക്കി ആ നമ്പേഴ്സിൽ നിന്ന് ബിസിനസ്സിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന, ഡിസിഷൻ എടുക്കുന്ന ആളിന്റെ പേരാണ് ഡിഫൻസ് ലീഡർ. ഇവിടെ ഇരിക്കുന്ന 90% ആളുകളുടെയും ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, 5 കോടി വരെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ഒരു വർഷത്തെ ലാഭം 10 ലക്ഷത്തിന് താഴെ ഇവിടെ ഇരിപ്പുണ്ട്. 2 കോടി ടേൺ ഓവർ, പക്ഷെ കമ്പനി നഷ്ടത്തിൽ. 10 കോടി ടേൺ ഓവർ, പക്ഷെ ലാഭം വെറും 50 ലക്ഷം. വിച്ച് മീൻസ് ഇവർക്കെല്ലാവർക്കും എന്തുണ്ട്? ടോപ്പ് ലൈൻ ഉണ്ട്. ഇവർക്കെല്ലാവർക്കും സെയിൽസ് കൊണ്ടുവരാൻ അറിയാം, റവന്യൂ കൂട്ടാൻ അറിയാം. പക്ഷെ ഇവർക്ക് എന്തറിയില്ല? ആ വരുന്ന റവന്യൂവിനെ ലാഭമാക്കി മാറ്റാൻ അറിയില്ല.